ശ്രദ്ധിക്കുക, സർക്കിൾ ഉണ്ട്, സർക്കിളിലെ ഒരു കോഡാണ് AB, അനന്തര കോഡാണ് CD അല്ലേ. ഈ 2 കോഡ്സ് തങ്ങളിൽ R എന്ന് പറയുന്ന ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സർക്കിളിലെ AB എന്ന കോഡും CD എന്ന കോഡും ഏത് പോയിന്റ് ഇന്റർസെക്ട് ചെയ്തു? R എന്ന് പറയുന്ന കോഡിൽ ഇന്റർസെക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ 4 പാർട്ട് കിട്ടി. AR ഉണ്ട്, RB ഉണ്ട്, RD ഉണ്ട്, RC ഉണ്ട്. AR നമുക്കറിയാം 4, RB നമുക്കറിയാം 6, RD നമുക്കറിയാം 12, CR ഇവിടെ ഇല്ല. ഈ CR ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇൻ ദി പിക്ചർ ഫൈൻഡ് CR അല്ലേ. CRന്റെ മെഷർമെന്റ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഫൈൻഡ് CR ആണ് ചോദ്യം. ഓക്കെ, നമുക്ക് എന്തറിയാം? RD ഇൻറ്റു CR അല്ലെങ്കിൽ DR ഇൻറ്റു RC. ഓക്കെ, DR ഇൻറ്റു RC. CR എന്ന് പറഞ്ഞാൽ RC നമ്മൾ സെയിം ആണല്ലോ. DR ഇൻറ്റു RC ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം? AR ഇൻറ്റു RB. ഓക്കെ, DR ഇൻറ്റു RC ഈസ് ഈക്വൽ ടു AR ഇൻറ്റു RB. ഇനി വാല്യൂ കൊടുത്താൽ മാത്രം മതി. DR എത്രയാ? 12 ഇൻറ്റു RC നമുക്ക് അറിഞ്ഞൂടാ, ഈസ് ഈക്വൽ ടു AR എത്രയാ? 4 ഇൻറ്റു RB എത്രയാ? 6. അപ്പോൾ RC ഈസ് ഈക്വൽ ടു 24/12 അല്ലേ, ഈസ് ഈക്വൽ ടു 2. അപ്പൊ RC എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുക. സർക്കിൾ സെന്റർ ഉണ്ട് അല്ലേ. ഓക്കെ, ഞാൻ AB എന്ന ഒരു ഡയമീറ്റർ വരച്ചു. AB എന്നൊരു ഡയമീറ്റർ വരച്ചു. CD എന്നൊരു കോഡും വരച്ചു അല്ലേ. AB എന്നൊരു ഡയമീറ്ററും CD ഒരു കോഡുമാണ് ഇവിടെ. അപ്പൊ ഡയമീറ്റർ സെന്റർ ഉണ്ട്. ദേ ആർ മീറ്റ് അറ്റ് ദ പോയിന്റ് P. ഡയമീറ്റർ എന്നുള്ള കോഡ് ആൾവേസ് കോഡാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതുപോലെ ഇവിടെ എന്ത് സംഭവിക്കും? AP ഇൻറ്റു PB ഇസ് ഈക്വൽ ടു PC ഇൻറ്റു PD വരും. ഓക്കെ, AP ഇൻറ്റു PB ഇസ് ഈക്വൽ ടു CP ഇൻറ്റു PD. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് സംഭവിക്കും? AP ഇൻറ്റു PB ഇസ് ഈക്വൽ ടു CP ഇൻറ്റു PD. ഓക്കെ, അവിടെ AP ഇൻറ്റു PB ഇസ് ഈക്വൽ ടു CP ഇൻറ്റു PD. ഞാൻ അധികമായിട്ട് പറഞ്ഞത്, എക്സ്ട്രാ ആയിട്ട് പറഞ്ഞത് AB ഡയമീറ്റർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. AB ഡയമീറ്റർ ആണ് ഇവിടെ. അപ്പൊ ഡയമീറ്റർ ആകുമ്പോഴത്തേക്ക് ഇവിടെ സർക്കിൾ സെന്റർ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഒരു കോഡിലേക്ക് സർക്കിൾ സെന്ററിൽ നമ്മൾ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ഈ കോഡിനെ എന്ത് ചെയ്യൂടെ? 2 ഈക്വൽ പാർട്ട് ആക്കുമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോഴ് CD എന്ന് പറയുന്ന ഈ കോഡിലേക്ക് ഈ ഡയമീറ്റർ എന്താണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഈ AB എന്ന ഡയമീറ്റർ CD-യിലേക്ക് നമ്മൾ എന്തായിട്ടാണ് വരച്ചതെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചതെങ്കിൽ CD എന്ന് പറയുന്ന ഈ കോഡ് 2 ഈക്വൽ പാർട്ടാകും. അപ്പൊ ഇവിടെ CPയും PDയും എന്താണ്? ഈക്വൽ ആണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ CD എന്ന കോഡിലേക്ക് AB എന്താണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ABയും CDയും എന്താണെങ്കിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, CD എന്ന് പറയുന്ന ഈ കോഡിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും P അല്ലേ. CD എന്ന് പറയുന്ന ഈ കോഡിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും P. ഓക്കെ, മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ CD-യുടെ മധ്യത്തിലാണ് പോയിന്റ്. അപ്പൊ ഇവിടെ CPയും PDയും ഈക്വൽ അല്ലേ. CPയും PDയും ഈക്വൽ ആണ്. എന്തുകൊണ്ട്? P അവിടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം AP ഇൻറ്റു PB ഇസ് ഈക്വൽ ടു, നോക്കട്ടെ, CPയും PDയും ഈക്വൽ ആണ്. അപ്പൊ ഈ PD എന്ന് പറയുന്ന ഈ സംഭവം PDക്ക് ഈക്വൽ ആണല്ലോ ഈ PC അല്ലെങ്കിൽ CP അല്ലേ. അപ്പൊ നമുക്ക് CP ഇൻറ്റു PDക്ക് പകരവും നമുക്ക് CP തന്നെ കൊടുക്കാം. കാര്യം എന്താ? ഈ CPക്ക് തുല്യമാണ് PD. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ ഈ PD അങ്ങ് എടുത്ത് മാറ്റി അതിന് പകരം നമുക്ക് CP തന്നെ എഴുതാം. കാര്യം
പി ഡിയും സി പി ഇവിടെ ഈക്വൽ ആണ്. സി പി ഈസ് ഈക്വൽ ടു പി ഡി ആണ്. എന്തുകൊണ്ട് ഈക്വൽ ആയി? എ ബി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കറിയാം സർക്കിൾ സെന്ററിൽ നിന്നും കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ എന്ത് ചെയ്യുന്നു? ആ കോഡിന് രണ്ട് ഈക്വൽ പാർട്ടാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു സി പി ഇൻറ്റു സി പി. അപ്പൊ എന്താവും? സി പി സ്ക്വയർ അല്ലേ? അപ്പൊ എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു എന്തായി? സി പി സ്ക്വയർ. സി പിയുടെ സ്ക്വയർ ആണ്. സി പി എന്ന് പറയുന്നതാണല്ലോ പി സി. അപ്പൊ നമുക്ക് വായിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയാൻ നമുക്ക് എളുപ്പം. നോക്കിയേ, ഈ പടത്തില് എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. നോക്കി, ഈ പടത്തിൽ കുറച്ച് ഭാഗം ഞാൻ മാറ്റി കളയാണ്. കണ്ടോ? എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. പി സിയുടെ സ്ക്വയർ ആണ് എ പിയും പി ബിയും. അപ്പൊ എ പിയും പി ബിയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടിയ ആൻസർ പി സിയുടെ സ്ക്വയർ ആണ്. ഓക്കെ, ഈ പി ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മനസ്സിലായല്ലോ. എ പി ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് നോട്ടാണ്. ഇതൊരു തിയറി പാർട്ടാണ്. ഇത് പഠിച്ചു വെച്ചോ. നമ്മൾ കണക്ട് ചെയ്യാൻ നമുക്ക് ഇത് ആവശ്യമുണ്ട്. എ പി പടങ്ങൾ വരയ്ക്കാനെ കൊണ്ട്. അപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് വേണം. എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. എ പി ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇവിടെ എ ബി എന്താണ്? ഇവിടെ എ ബി ഡയമീറ്റർ ആണ്. എ ബി ഇവിടെ എന്താണ്? ഡയമീറ്റർ ആണ്. കോഡല്ല. എ ബി കോഡല്ല, എ ബി ഡയമീറ്റർ ആണ്. സർക്കിൾ സെന്ററിലൂടെ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എ ബി ഡയമീറ്റർ ആകുമ്പോഴാണ് എ പി ഇൻറ്റു പി ബി സമം എന്ത് വരിക? പി സി സ്ക്വയർ എന്ന് വരിക. ഇനി നമുക്ക് പി സി സ്ക്വയർ അല്ലെങ്കിൽ ഇവിടെ ഡി ഉണ്ടാകുമല്ലോ. പി സിക്ക് വരെ നമുക്ക് പി ഡി എന്ന് കൊടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? എ പി ഇൻറ്റു പി ബി സമം പി ഡി സ്ക്വയർ എന്ന് എഴുതിയാലും ശരിയാണ്. കണ്ട, ഇത് മുകളിലത്തെ ഭാഗം മാറ്റി കളഞ്ഞു. ഉണ്ടോ? എ പി ഇൻറ്റു പി ബി സമം പി ഡി സ്ക്വയർ. ഇത് പെർപെൻഡിക്കുലർ ഇവിടെ. ഓക്കെ, എ പി ഇൻറ്റു പി ബി സമം പി ഡി സ്ക്വയർ എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പോൾ ഇവിടെ എ ബി ഡയമീറ്റർ ആണ്. അടുത്തത് കോഡുമാണ്. അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കോഡുമാണ്. അപ്പൊ നമ്മളെ ടെസ്റ്റിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ് ഇത്. ലാസ്റ്റ് 2 പ്രോബ്ലംസിൽ ഒന്നാണ്. ഇപ്പൊ സർക്കിള് ഒരു കോഡുണ്ട്. ആ കോഡിനെ കണ്ടുപിടുന്ന സർക്കിൾ സെന്ററിൽ നിന്നും ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈൻ ഈ കോഡിനെ 2 പാർട്ടാക്കി 4 and 6. ഈ ഡിസ്റ്റൻസ് സെന്റർ ടു കോഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. എത്ര ഭാഗം കണ്ടുപിടിക്കണം? ആ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗറിലെ റേഡിയസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും മെഷറിലൂടെ കൊടുത്തിട്ടുള്ള ഏതൊക്കെയാണ്? ഈ കോഡിന്റെ ലെങ്ത് ഉണ്ട്. കോഡ് എത്രയുണ്ട്? 4ഉം 6 മുതൽ 10 ഉണ്ട്. ഈ 10 എന്ന് പറയുന്ന ഈ കോഡിനെ സർക്കിൾ സെന്ററിൽ നിന്നും കോഡിലേക്കുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈൻ 2 പാർട്ടാക്കി, ഒരു 4 പാർട്ടും ആക്കി, ഒരു 6 പാർട്ടും ആക്കി. ആ കോഡിനെ ഈ ലൈൻ ഓക്കെ ഈക്വൽ ആക്കിയല്ല, 2 പാർട്ടാണ് ആക്കിയത്. ഒരു പാർട്ട് 4ഉം ഒരു പാർട്ട് 6. അങ്ങനെ 4ഉം 6ഉം എന്ന പാർട്ട് ആക്കി മാറ്റിയാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഞാൻ റേഡിയസ് വരയ്ക്കാൻ പോവുകയാണ്. മൊത്തത്തിലങ്ങ് വരച്ചു. ഈ വരക്കാൻ ഫുള്ളായിട്ട് അങ്ങ് വരച്ചു. ഇവിടെ സെന്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട റേഡിയസ് ആണ്. അപ്പൊ കണ്ടുപിടിക്കേണ്ട റേഡിയസ് ആണല്ലോ, അത് ഞാൻ എക്സ് എന്ന് കൊടുത്തു. പേര് കൊടുക്കാം നമുക്ക്. എ ബി എന്ന കോഡ്, ഇത് സി ഡി. അപ്പൊ എ ബി എന്നൊരു കോഡും ഉണ്ട്, സി ഡി എന്ന കോഡും ഉണ്ട്. സെന്റർ ഞാൻ ഒ എന്നും കൊടുത്തു. അപ്പൊ ഒ സി ആണ് എക്സ്. ഒ സി ആണേത് എക്സ്. ഇവിടെ ഒ സി എക്സ് ആണെങ്കിൽ ഒ ഡിയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഒ സി എക്സ് ആണെങ്കിൽ ഒ സി റേഡിയസ് ആണ്, അതുപോലെ ഒ ഡിയും റേഡിയസ് ആണല്ലോ. അപ്പൊ ഒ സി എക്സ് ആണെങ്കിൽ ഒ ഡിയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും.
O മുതൽ D വരെ x ആണ്. ഇതിൽ ഇവിടെ പോയിന്റ് ഞാൻ P എന്ന് കൊടുത്തു. ഇതിൽ O മുതൽ P വരെ എത്രയുണ്ട്? 5 ഉണ്ട് അല്ലേ? 5 ഉണ്ട് O മുതൽ P വരെ. റേഡിയസ് മൊത്തത്തിൽ 5 വരാവും. അപ്പൊ ബാക്കി പി ഡി എന്ന് പറയുന്നത് എക്സിൽ നിന്ന് ഈ 5 കുറച്ച് കിട്ടുന്ന ആൻസറിലെ ബാക്കി പി ഡി. മനസ്സിലായെന്ന് അറിയത്തില്ല. റേഡിയസ് ഫുൾ എക്സ് ആണ്. അപ്പൊ ഇവിടെ O മുതൽ D വരെ ഇത് ഫുൾ എക്സ് ആണ്. OC എക്സ് ആയതുകൊണ്ട് OD എന്തായിരിക്കും? എക്സ് ആയിരിക്കും. OC എക്സ് ആയതുകൊണ്ട് ODയും എക്സ് ആയിരിക്കും. OD എക്സില് O മുതൽ P വരെ 5 ഉണ്ട്. ബാക്കി പി ഡി എന്ന് ബാലൻസ് പി ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? x-5 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ പി ഡി എന്താണ് ഇവിടെ? x-5. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഏതൊക്കെയാണ്? ഇത്രയും പാർട്ടേ ഉള്ളൂ. ഓക്കെ, ഇത്രയും പാർട്ടേ ക്വസ്റ്റ്യനിലുള്ളൂ. നമുക്ക് ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ പറയാൻ ഇവിടെ ഇല്ല, ഇത്രയും ഇല്ല. ഈ ഡി എന്ന പോയിന്റും ഇല്ല. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റിലുള്ള ആ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഫിഗറിൽ വെച്ചുകൊണ്ട് നമുക്ക് അതിന്റെ റേഡിയസ് ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ കണ്ട, ഇത് ഫുള്ളായിട്ട് വരച്ചു. ഓക്കെ, ഇവിടെ പേര് കൊടുത്തു പി. OC ആണ് റേഡിയസ്, അത് ഞാൻ എക്സ് എന്ന് കൊടുത്തു. അപ്പൊ O മുതൽ C വരെ എക്സ് ആണെങ്കിൽ O മുതൽ ഇതിന് പേര് കൊടുത്തു CD. O മുതൽ D വരെയും എന്തായിരിക്കും? എക്സ് ആയിരിക്കും. O മുതൽ D വരെ O മുതൽ P വരെ 5 ഉണ്ട്. ബാക്കി എക്സിൽ നിന്ന് ഈ 5 കുറച്ച് കിട്ടുന്ന ആൻസർ ആയിരിക്കും ബാക്കി പി ഡി. അപ്പൊ പി ഡി എന്താവും? x-5. ഓക്കെ, ഇത് തൊട്ട് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. AP into PB is equal to PC into PD. ഓക്കെ, AP into PB is equal to PC into PD. തൊട്ട് മുമ്പ് പഠിച്ചത് തന്നെ സംഭവം. അപ്പൊ AP എത്രയാ? 4 into PB എത്രയാ? 6 is equal to PC. P മുതൽ C വരെ, P മുതൽ C വരെ 5 ഉണ്ട്, എക്സും ഉണ്ട്. അപ്പൊ ഇവ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ ആണ് PC. അപ്പോൾ PC എന്നുള്ളത് x+5 ആണ്. ഇൻറ്റു PC into PD. സോറി, PC into PD. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി അറിയാലോ. AP into PB is equal to PC into PD. ഓക്കെ, അപ്പൊ PC ഇവിടെ എന്തായി? x+5. ഇനി ബാക്കി എന്താ ഉള്ളത്? PD. PD എന്താവും? പറഞ്ഞേ, x-5. ഓക്കെ, അപ്പൊ ഇവിടെ 24 അല്ലേ? is equal to x+5 into x-5. എന്താവും? x² - 25. ഈ -25 സമത്തിന് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 24 + 25 is equal to x². ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താവും? 49 is equal to x². തിരിച്ചെഴുതിയാൽ therefore x² is equal to 49. അപ്പൊ x is equal to √49 is equal to എത്ര? 7 അല്ലേ? അപ്പൊ x is equal to എത്ര കിട്ടി? 7. That means ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയായിരിക്കും? 7 ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ? പ്രോപ്പർട്ടി മുമ്പ് പഠിച്ചതാണ്. AP into PB is equal to PC into PD ആണ്. AP into PB is equal to PC into PD ആണ്. കോഡ് വരുമ്പോഴത്തേക്ക് ഡയമീറ്റർ ഒന്നും ഇവിടെ വന്നിട്ടില്ല, കോഡാ വന്നേക്കുന്നത്. അപ്പൊ AP into PB is equal to PC into PD. ഇത് വില കൊടുത്താൽ മാത്രം മതി. AP എത്ര? 4, PB എത്ര? 6 is equal to PC എത്ര? x+5, PD എത്ര? ഈ PD x-5 എങ്ങനെയാണെന്ന് മനസ്സിലായോ? O മുതൽ D വരെ റേഡിയസ് ആണ്. O മുതൽ D വരെ ഫുൾ റേഡിയസ് ആണ്. ഇത് ഫുൾ എക്സ് ആണ് അല്ലേ? ഈ OC എക്സ് ആയതുപോലെ ODയും എക്സ് ആണ്, റേഡിയസ് ആണല്ലോ. O മുതൽ D വരെ ഫുൾ എക്സ് ആണ്. അതിൽ 5 പോയി, ബാലൻസ് ആയിരിക്കുമല്ലോ PD വരിക. അപ്പൊ 5ൽ നിന്ന് എക്സിൽ നിന്ന് ഈ 5 മൈനസ് ചെയ്ത് കിട്ടിയ ആൻസർ ആണ് ഈ ബാക്കി PD. ഓക്കെ, അടുത്ത നോക്ക്. സർക്കിൾ ഉണ്ട്, ഇവിടെ റേഡിയസ് എത്ര ഉണ്ട്? 7 ഉണ്ട്. താഴത്തെ കോഡ് മൊത്തത്തിൽ ഫുള്ളാണ് കിടക്കുന്നത് 13.
കോഡിലേക്ക് സർക്കിൾ സെന്ററിൽ നിന്ന് ഡിസ്റ്റൻസ് എത്രയുണ്ട്? 3 ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാമോ? ഈ എത്ര പാർട്ടാണ്? ഈ മൊത്തത്തിലല്ലേ 13, ഫുള്ളാണ് 13. ഈ 13 ഈ 3 സെന്റിമീറ്റർ ലൈനുള്ള ലെങ്ത് വരച്ചപ്പം ഈ 13 എത്ര പാർട്ടായി എന്നാണ്, എത്രയൊക്കെ വെച്ച് 2 പാർട്ടായല്ലോ, 2 പാർട്ടായി. ഈ 2 പാർട്ട് എത്രയൊക്കെ വെച്ചാണ് മാറിയതെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. മൊത്തത്തിലാണ് 13, ടോട്ടലാണ് 13. ഈ അളവ് എത്രയൊക്കെ ആയി, ഈ 2 പാർട്ടും ഈ ഓരോ പാർട്ടും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ഒന്ന് വരയ്ക്കാം. സർക്കിൾ സെന്റർ നോക്കട്ടെ. ഇത് 7 അല്ലേ? അപ്പൊ ഇത് 7 ആണ്. റേഡിയസ് പേര് കൊടുക്കണേ. ABCD. സർക്കിൾ സെന്റർ O. ഇത് P. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടി അറിയാലോ. എന്താണ് പ്രോപ്പർട്ടി? AP × PB = CP × PD. ഓക്കെ, ഇതില് OC അറിയാം. ആണ് ഇവിടെ എത്രയാണ്? 7 സെന്റിമീറ്റർ ഉണ്ട് അല്ലേ? റേഡിയസ് OC റേഡിയസ് ആണ് 7. എത്രയാണ് ഈ ഡിസ്റ്റൻസ്? 3. അപ്പൊ ഇവിടെ 3 ഉണ്ട്. ഓക്കെ, നോക്കട്ടെ. ബാക്കി ഈ PD റേഡിയസ് ഫുൾ ആയിട്ട് 7 ഉണ്ട്. അപ്പൊ ഈ ODയും റേഡിയസ് അല്ലേ? OCയും റേഡിയസ് ആണ്, ODയും റേഡിയസ് ആണ്. OC 7 ഉണ്ടെങ്കിൽ ODയും 7 ആയിരിക്കും. ഇവിടെ ഇപ്പൊ 3 ഉണ്ട്. ബാക്കി എടുത്ത് വരും PD 4. ഓക്കെ, അപ്പൊ PD എത്രയായി? 4 കിട്ടി. ഇനി ഇത് ഫുള്ളായിട്ട് 13 ഉണ്ട്. ഓക്കെ, ഈ AP അറിയില്ല, PB നമുക്ക് അറിയില്ല. ഞാൻ APക്ക് X എന്ന് കൊടുത്തു. നമുക്ക് AP അറിയില്ല, PB അറിയില്ല. APക്ക് ഞാൻ X എന്ന് കൊടുത്തു. ഇത് ഫുള്ള് 13 അല്ലേ? 13 അല്ലേ? ഇത് ഫുള്ള് 13 AP X ആണെങ്കിൽ ബാക്കി PB എന്തായിരിക്കും? 13 - X ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? ഫുള്ളായിട്ട് 13 ഉണ്ട്. അപ്പൊ AP ഞാൻ X എന്ന് കൊടുത്താൽ ബാക്കി PB എന്തായിരിക്കും? 13 - X ആയിരിക്കും. ഇതിന് വില കൊടുത്താൽ മാത്രം മതി, വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. AP അറിഞ്ഞുകൂടാ, X × PB എത്രയാ? PB 13 - X = CP. CP C മുതൽ P വരെ ഇത് 7 ഉണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലേ? അപ്പൊ എത്രയായി? 10 × എത്രയാ? PD 4. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഉണ്ടാവും 13x - x². ഓക്കെ, = 10 × 4 എന്താവും? 40. ഓക്കെ, അപ്പോൾ ഓർഡർ ആക്കി എഴുതുമ്പോൾ -x² + 13x ഈ +40 ഇപ്പുറത്ത് എന്താവും? -40 = 0. -x² + 13x -40 = 0. x² നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആക്കാം. അപ്പൊ x² - 13x + 40 എല്ലാത്തിന്റെ സിമ്പിൾ മാറി = 0. പ്രോഡക്റ്റ് 40 ആഡ് ചെയ്യുമ്പോൾ -13, ആഡ് ചെയ്യുമ്പോൾ -13, മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ +40. ഏതൊക്കെ നമ്പർ വരും? -8ഉം -5ഉം അല്ലേ? അപ്പൊ x - 8ഉം x - 5ഉം ഫാക്ടറൈസേഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ക്ലാസ്സിൽ അല്ലേ? x² - 13x + 40. ഓക്കെ, 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ +14 വരണം. സെയിം നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -13 വരണം. ഈ 2 കണ്ടീഷനും ശരിയാവുന്ന നമ്പേഴ്സ് ഏതൊക്കെ ഉണ്ട്? -8ഉം -5ഉം. -8ഉം -5ഉം മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര? +40. -8ഉം -5ഉം ആഡ് ചെയ്യുമ്പോൾ എത്ര? -13. x² സ്പ്ലിറ്റ് ചെയ്താണ് ഇവിടെ x, ഇവിടെ x. ഓക്കെ, = 0. 2 ടേമിന്റെ പ്രോഡക്റ്റ് 0 ആയില്ലേ? 2 ടേമിന്റെ പ്രോഡക്റ്റ് 0 വന്നാൽ ഫസ്റ്റ് ടേമിന്റെ ഒന്നുകിൽ x - 8 = 0 ആയിരിക്കും, ഓർ അതല്ലെങ്കിൽ x - 5 = 0 ആയിരിക്കും.
രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് 0 വന്നാൽ ഒന്നുകിൽ ഒരു ടേമെങ്കിലും 0 ആവണം അല്ലേ, ഒന്നുകിൽ x-8 0 ആവണം, എങ്കിലല്ലേ 0 × x-5 0 ആവുള്ളൂ. അല്ലെങ്കിൽ x-5 പകരം 0 ആവണം, എങ്കിലല്ലേ x-8 × 0 0 ആവുള്ളൂ. 2 ടേമിന്റെ പ്രോഡക്റ്റ് 0 വന്നാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്താവണം, 0 വരണം. ഒന്നുകിൽ x-8 0 വരണം, അല്ലെങ്കിൽ x-5 0 വരണം, അല്ലെങ്കിൽ രണ്ടും 0 വരാം. ഓക്കെ, എന്തായാലും ശരിയായി. x-8 0 ആകുമ്പം x = -8 അപ്പുറത്ത് പോകുമ്പോൾ +8, x-5 അപ്പുറത്ത് പോകുമ്പോൾ x = 5. അപ്പൊ x = എങ്ങനെയൊക്കെ വരാം, 8 വരാം, x = വരാം 5 വരാം അല്ലേ. എന്നാൽ AP 5 ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും, ഇവിടെ 8 ആയിരിക്കും. AP 8 ആണെങ്കിൽ ബാക്കി PB എത്ര ആയിരിക്കും, 5 ആയിരിക്കും. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്ന, 8 ന്നും 5 ന്നും 2 പാർട്ടാക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. മൊത്തം 13 അല്ലേ ഉള്ളൂ അല്ലേ. അപ്പൊ എങ്ങനെ ഡിവൈഡ് ചെയ്യും, 8 ഉം 5 ഉം ആക്കി വേണം ഡിവൈഡ് ചെയ്യാൻ. AP 8 ആണെങ്കിൽ ബാക്കി PB എത്രയായിരിക്കും, 5 ആയിരിക്കും. AP 5 ആണെങ്കിൽ PB എത്രയായിരിക്കും, 8 ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രൂഫ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ അത് നമ്മൾ പഠിക്കണം. നോക്കട്ടെ, ഇവിടെ ഒരു കോഡുണ്ട്, ഇവിടെ ഒരു കോഡുണ്ട്. ഓക്കെ, അപ്പോൾ സർക്കിളിൽ 2 കോഡ്സ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്, ഇവിടെ ഒരു കോഡുണ്ട്, ഇവിടെ ഒരു കോഡുണ്ട്. ഈ കോഡ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അവ തങ്ങളിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു. ആ മീറ്റിംഗ് പോയിന്റ് ആണ് P. ഈ കോഡിന്റെ പേര് AB, ഇത് C, ഇത് D. ഇവിടെ എന്താ ചെയ്തത്, AB എന്ന കോഡും CD എന്ന കോഡും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റെൻഡ് ചെയ്ത കോഡ്സ് P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. അങ്ങനെ മീറ്റ് ചെയ്താൽ P ശ്രദ്ധിച്ചോണം, PA × PB. നോക്കോ, പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് PA × PB is equal to PC × PD. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, PA × PB. പടത്തിൽ നോക്കിക്കോണം, PA × PB ആണ് is equal to PC × PD എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ജോയിൻ AC ജോയിൻ ചെയ്തു, BD യും ജോയിൻ ചെയ്തു. അപ്പൊ ജോയിൻ ഏതൊക്കെ, ജോയിൻ AC ആൻഡ് BD. ജോയിൻ AC ആൻഡ് BD, AC യും BD യും ജോയിൻ ചെയ്തു. ഇവിടെ അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ നിങ്ങൾ ഒരു ട്രയാങ്കിൾ PAC കണ്ടോ, ഒരു സ്മാൾ ട്രയാങ്കിൾ PAC. ഓക്കെ, അതുപോലെ ഒരു ലാർജ് ട്രയാങ്കിൾ PBD. ഏതൊക്കെയാണ്, സ്മാൾ ട്രയാങ്കിൾ PAC യും ലാർജ് ട്രയാങ്കിൾ PBD യും. ട്രയാങ്കിൾ കൺസിഡർ ഇൻ ട്രയാങ്കിൾ PAC ആൻഡ് ട്രയാങ്കിൾ PBD. ട്രയാങ്കിൾ PAC യും ട്രയാങ്കിൾ PBD. ഓക്കെ, ഈ 2 ട്രയാങ്കിൾസും ഏതൊക്കെയുണ്ടല്ലോ, PAC എന്ന ട്രയാങ്കിളും PBD എന്ന് പറയുന്ന ട്രയാങ്കിളും, വലിയ ട്രയാങ്കിളും അല്ലെ. ഇത് രണ്ടും നമുക്ക് നേരത്തെ പോലെ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് പ്രൂവ് ചെയ്യണം, നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഏതൊക്കെ, PAC യും PBD യും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യാൻ നമുക്ക് ആംഗിൾസ് വേണ്ടേ, ആംഗിൾസ് വേണം. എങ്ങനെ പറയാൻ പറ്റും, ഈ P എന്ന് പറയുന്ന ഈ ആംഗിള് ഈ 2 ട്രയാങ്കിളിലും കോമൺ ആണ്. അപ്പൊ ഒരെണ്ണം കിട്ടിയില്ലേ, സ്മാൾ ട്രയാങ്കിളിലും ആംഗിൾ P ഉണ്ട്, ഈ ലാർജ് ട്രയാങ്കിളിലും ആംഗിൾ P ഉണ്ട് അല്ലേ. അപ്പോൾ P എന്ന് പറയുന്ന ആംഗിൾ കോമൺ ആയിട്ട് കിട്ടി, ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എഴുതാം, പെട്ടെന്ന് എഴുതാം. 1, ഇതിലെ ആംഗിൾ P, സ്മാൾ ട്രയാങ്കിളിലെ ആംഗിൾ P is equal to ലാർജ് ട്രയാങ്കിളിലെ ആംഗിൾ P. 1 കിട്ടി. 2,
ഇനി നമുക്ക് ഏതൊക്കെ ആംഗിൾ പറയാമോ? നോക്കട്ടെ, നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിച്ചൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ആംഗിൾ പി സി എ നോക്കുക. സ്മാൾ ട്രയാങ്കിളിലെ ആംഗിൾ പി സി എ, ലാർജ് ട്രയാങ്കിളിലെ ആംഗിൾ ബി നോക്കുക. എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ എന്ത് പഠിച്ചു ഓർമ്മയുണ്ടോ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? അവരെ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്റീരിയർ ആംഗിളിന് ഈക്വൽ ആയിരിക്കൂലേ അല്ലേ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ആംഗിളും അല്ലേ? അതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ഒരു വെർട്ടെക്സിലുള്ള ഇന്റീരിയർ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ എക്സ്റ്റീരിയർ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കൂലേ? ഓക്കെ, ഇതുപോലെ കാണണ്ട. ഇത് ഇത്രയും സി എ ബി ഡി എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിലെ ബി എന്ന വെർട്ടെക്സിലുള്ള ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളും കണ്ടോ? ഈ രണ്ട് ആംഗിൾ നോക്കി, ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇവിടെ പറഞ്ഞതൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഏത് സ്മാൾ ട്രയാങ്കിളിലെ പി സി എന്ന് പറയുന്ന ആംഗിളും ലാർജ് ട്രയാങ്കിളിലെ പി ബി ഡി എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ രണ്ടാമത്തെ നമുക്ക് എന്ത് കിട്ടി? സ്മാൾ ട്രയാങ്കിളിലെ ആംഗിൾ പി സി എ. എന്തുകൊണ്ട് ഞാൻ പി സി എ ഉപയോഗിച്ച് സി എന്ന് എഴുതിയില്ല? ആണ്, ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, അതിന്റെ വെർട്ടെക്സ് സി ആണ് അല്ലേ? തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ സ്മാൾ ട്രയാങ്കിളിന്റെ പി സി എ എന്ന് എഴുതിയത്. ആംഗിൾ പി സി എ ഈസ് ഈക്വൽ ടു ലാർജ് ട്രയാങ്കിളിലെ ഏത് ആംഗിൾ? ആംഗിൾ ബി. ഓക്കെ, രണ്ടെണ്ണം കിട്ടി. അപ്പോൾ നോക്കട്ടെ, തേർഡ് ആംഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈക്വൽ ആവൂലേ? തേർഡ് ആംഗിൾ ഏതാ? സ്മാൾ ട്രയാങ്കിളിലെ തേർഡ് ആംഗിൾ ഏതാ? ആംഗിൾ പി എ സി അല്ലേ? ആംഗിൾ പി എ സി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്, ഇതാണ് ഈക്വൽ. ഇനി അടുത്തത് മൂന്നാമത്തത് ട്രയാങ്കിൾ ആംഗിൾ പി എ സി. ഈ ആംഗിൾ പി എ സി ഇസ് ഈക്വൽ ടു ഈ ലാർജ് ട്രയാങ്കിളിന്റെ തേർഡ് ആംഗിൾ ഏതാ? ആംഗിൾ ഡി അല്ലേ? ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. അപ്പോൾ സ്മാൾ ട്രയാങ്കിളിലെ 3 ആംഗിൾസ് ലാർജ് ട്രയാങ്കിളിലെ 3 ആംഗിൾസിന് ഈക്വൽ ആയില്ലേ? അപ്പോൾ therefore ട്രയാങ്കിൾ പി എ സി സിമിലർ ട്രയാങ്കിൾ പി ബി ഡി അല്ലേ? ട്രയാങ്കിൾസ് എന്തായി മാറി? സിമിലർ ആയി മാറി. സിമിലർ ആയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സോറി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ? സിമിലർ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ ആണ് ഈക്വൽ. അപ്പൊ ഈക്വൽ ആംഗിൾ ആക്കുന്നത് നോക്കാം നമുക്ക്. സ്മാൾ ട്രയാങ്കിളിലെ ആംഗിൾ പി, ഈ സ്മാൾ ട്രയാങ്കിളിലെ ആംഗിൾ പി അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ സൈഡ് ഏതാ? എ സി. ഈ എ സി പിക്ചറിൽ ഉള്ളതായിരുന്ന അല്ല ആണോ? വേണമെങ്കിൽ നമുക്ക് എഴുതാം. സ്മാൾ ട്രയാങ്കിളിലെ ആംഗിൾ പിക്ക് ഓപ്പോസിറ്റ് ഏതാ? എ സി ബൈ അടുത്ത ലാർജ് ട്രയാങ്കിളിലെ ആംഗിൾ പി ഓപ്പോസിറ്റ് സൈഡ് ഏതാ? ബി ഡി ഈസ് ഈക്വൽ ടു അടുത്ത സ്മാൾ ട്രയാങ്കിൾ പി സി എ. പി സി എ ഓക്കെ, പി സി എക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? പി എ ബൈ ആംഗിൾ ബി. ലാർജ് ട്രയാങ്കിൾ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? പി ഡി ഈസ് ഈക്വൽ ടു തേർഡ് ആംഗിൾ പി എ സി. സ്മാൾ ട്രയാങ്കിളിലെ പി എ സി, പി എ സി ആംഗിൾ പി എ സി ഓപ്പോസിറ്റ് ഏതാ? പി സി ബൈ ലാർജ് ട്രയാങ്കിളിലെ ആംഗിൾ ഡി. ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് ഏതാ? പി ബി അല്ലേ? അപ്പൊ സിമിലർ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ്സിന്റെ റേഷ്യോ എന്തായി? ഈക്വൽ ആയി. ഇതിൽ എ സി ബൈ ബി ഡി നോക്കിയാണ്. എ സി ബൈ ബി ഡി, എ സിയും ബി ഡിയും ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല, ഒന്ന് അഡീഷണൽ ആയിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പൊ അത് വേണമെന്നില്ല. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നോക്കിയാണ്. പി എ ബൈ പി ഡി is equal to PC by PB. അപ്പൊ PA by PD is equal to PC by PB. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആണല്ലോ. നമ്മൾ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തൂടെ? ക്രോസ് ചെയ്യുമ്പോൾ എന്താവും? PA into PB is equal to PC into PD.
എന്നാണല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, മനസ്സിലായല്ലോ? നമ്മൾ സ്മാൾ ട്രയാങ്കിൾ പി എ സി ആണ് നോക്കിയത്, ലാർജ് ട്രയാങ്കിൾ പി ബി ഡി ആണ് നോക്കിയത്. എന്നിട്ട് അതിലെ ഈക്വൽ ആംഗിൾസ് മാത്രമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈക്വൽ ആംഗിൾസ് എളുപ്പമാണ്. സ്മാൾ ട്രയാങ്കിളിന് ആംഗിൾ പി ഉണ്ട്, ലാർജ് ട്രയാങ്കിളിന് ആംഗിൾ പി കോമൺ ആയിട്ടുള്ള ആംഗിൾ ഉണ്ട്. അടുത്ത പി സി എ. പി സി എന്ന് പറയുന്ന ഈ ആംഗിള് ഉണ്ട്, ഈ ആംഗിൾ ബിക്ക് ഈക്വൽ ആണ്. ഇതിന്റെ കാരണം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചതാണ്. എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിലുള്ള ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ എക്സ്റ്റീരിയർ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ തേർഡ് ആംഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈക്വൽ ആവും. അങ്ങനെയാണെങ്കിൽ ട്രയാംഗിൾ സിമിലർ ആവും. സിമിലർ ആയാൽ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആവും. എ സി ബൈ ബി ഡി നമ്മൾ അഡീഷണൽ ആയിട്ട് ജോയിൻ ചെയ്തായിരുന്നു അല്ലേ? അപ്പൊ അത് വിട്ടേക്കുക, ബാക്കി രണ്ടെണ്ണം എഴുതും, പിന്നെ ക്രോസ് ചെയ്യും. ഇതിലുള്ള പ്രോബ്ലം കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ.